CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നുള്ളതാണ് CPM നേതാക്കൾ പറയുന്നത്. ആ ഓഫീസിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓഫീസിൻ്റെ 2 ചില്ലുകളും തകർത്തായി കാണാം. ഇതിൻ്റെ പുറകുവശത്താണ് ഈ സമ്മേളനം നടക്കുന്ന ആ വഴിയിലൂടെ കടന്നു വന്ന പുറകിലൂടെ എത്തിയാണ് ഈ പ്രവർത്തകന്മാർ ഇങ്ങനെ കല്ലെറിഞ്ഞ് ഈ ഓഫീസ് തകർത്തത് എന്നുള്ളതാണ് പറയുന്നത്. CPM-ന്റെ നേതാക്കൾ നമ്മളോടൊപ്പം. എന്താ സംഭവിച്ചത്? മലപ്പട്ടത്ത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന എല്ലാ പാർട്ടിക്കാരും ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പട്ടം പഞ്ചായത്ത്. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പേ അടുവാപുരത്തുണ്ടായിട്ടുള്ള 1-2 ചെറിയ സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങൾ പെരുപ്പിച്ച് കാട്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഗുണ്ടകളെ ഇറക്കി മലപ്പട്ടത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങ് അവർ പ്രകടനം നടത്തി വരുമ്പോൾ വളരെ പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ പ്രകടനം വരുമ്പോൾ തന്നെ നമ്മുടെ ഓഫീസിന് വെള്ളത്തിൻ്റെ കുപ്പികളും മറ്റ് കല്ലുകളൊക്കെ വലിച്ചെറിയുന്ന ഒരു നിലയുണ്ടായി. അങ്ങനെയാണ് അവർ മലപ്പുറത്ത് വന്നത് തന്നെ. എന്തായാലും ഈ കല്ലേറൊക്കെ ഉണ്ടായത് ഈ ഓഫീസിന് പുറത്തു നിന്നാണ്. കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുനിന്ന് എത്തിയിട്ട് ആക്രമിക്കുമായിരുന്നു. അവിടെ പരിപാടി നടക്കുമ്പോൾ ഓഫീസിൻ്റെ ബാക്ക് വശത്തെ കൂടെ വന്ന് നമ്മുടെ ഓഫീസിൻ്റെ കല്ലെറിഞ്ഞ് തകർത്തിട്ടാണുള്ളത്. എന്തായാലും CPM നേതാക്കൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടാവുകയും അതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിന് കാരണമായി മാറിയത് എന്നുള്ളതാണ് CPM-ന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും മലപ്പട്ടത്ത് ഒരു സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.